ഹായ് ഹലോ, ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത് മസ്കറ്റ് എയർപോർട്ടിൽ നിന്നാണ്. ഇന്നിപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ മസ്കറ്റ് ലേ ഓവർ ആണ്. ഇതാണ് മസ്കറ്റ് എയർപോർട്ട്. ഞങ്ങളിപ്പോൾ ലാൻഡ് ചെയ്തതേ ഉള്ളൂ. ഞങ്ങൾ 4 സെറ്റ് ഓഫ് ക്രൂ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഞങ്ങൾക്ക് അത്യാവശ്യം ലോങ് ലേ ഓവർ ആണ് മസ്കറ്റിൽ കിട്ടിയത്. അപ്പോൾ എന്തായാലും പുറത്തൊക്കെ പോകാൻ ഞങ്ങൾക്ക് പ്ലാൻ ഉണ്ട്. ഞങ്ങൾ ഏർലി മോർണിംഗ് ആണ് ലാൻഡ് ചെയ്തത്. അപ്പം എവിടെ പോകണം എന്താന്നൊക്കെയുള്ള ഡിസ്കഷനാണ് ഈ ഇരുന്നിട്ടുള്ളത്. എന്നിട്ട് ഞങ്ങളൊരു കോഫിയൊക്കെ വാങ്ങിച്ച് കുടിച്ചു. അപ്പോഴേക്കും ഞങ്ങളുടെ ഡ്രൈവർ വന്നിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പം ഞങ്ങൾ ക്യാബ് ബോർഡ് ചെയ്യാൻ പോവാണ്. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് നേരെ ഹോട്ടലിലേക്ക് പോവും. ഞങ്ങളിതേ വണ്ടിയിലൊക്കെ കയറി ഹോട്ടലിലേക്ക് പോവാണ്. ഇനിയിപ്പോൾ റൂം എത്തിയിട്ട് നല്ലപോലെ ഒന്ന് കിടന്നുറങ്ങണം. നല്ല ടയേർഡായിരുന്നു, ബിക്കോസ് ലേറ്റ് നൈറ്റ് ഫ്ലൈറ്റ് ആയിരുന്നു. ഏർലി മോർണിംഗ് ആണ് മസ്കറ്റിൽ എത്തിയത്. അങ്ങനെ ഞങ്ങൾ ഹോട്ടലിലെത്തി കീസൊക്കെ കളക്ട് ചെയ്തു. ഞങ്ങളിതേ റൂമിലെത്തി. ഞങ്ങൾ 4 പേർക്കും തൊട്ടപ്പുറത്തെ ഇപ്പുറത്തെയും റൂമായിട്ടാണ് കിട്ടി. ഞങ്ങൾ 2 പേര് ഈ റൂമിൽ, 2 പേര് അപ്പുറത്തെ റൂമിൽ, അങ്ങനെയായിരുന്നു. അങ്ങനെ റൂമിൽ വന്ന് നേരെ കിടന്നു മാത്രമേ ഓർമ്മയുള്ളൂ. ഒറ്റ ഉറക്കമായിരുന്നു. പിന്നെ ഞാൻ എണീറ്റത് അടുത്ത ദിവസം വെളുപ്പിനെ 11 മണി എന്തോ ആയപ്പോഴാണ്. ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെ എന്നെ സ്കിപ്പായി, ബിക്കോസ് എണീക്കാൻ പറ്റിയില്ലല്ലോ. പിന്നെ ഞങ്ങൾ പുറത്തേക്ക് പോകാൻ ഞാൻ റെഡിയായി. എൻ്റെ റൂംമേറ്റും റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഔട്ട്ഫിറ്റ് എങ്ങനെയുണ്ട്? ഞാനിത് കഴിഞ്ഞ വട്ടം അമൃത്സർ പോയപ്പോൾ അവിടുത്തെ H&M നിന്ന് എടുത്തതാണ്. അവിടെ ഓഫർ ഉണ്ടായിരുന്നു, അങ്ങനെ ഞാൻ എടുത്തതാണ്. അങ്ങനെ ഞാൻ അതൊക്കെ ഇട്ടു. എൻ്റെ സെറ്റ് ഓഫ് ക്രൂ എല്ലാവരും പുറത്തേക്ക് വന്നു. ഞങ്ങൾ ഇനിയിപ്പോൾ ഇവിടുന്ന് നേരെ പോവുകയാണ്. 2-3 സ്ഥലത്ത് പോകാൻ പ്ലാൻ ഉണ്ട്. ഇനിയിപ്പോൾ എങ്ങോട്ടൊക്കെ പോകുന്നു നിന്ന് ഡിസ്കസ് ചെയ്യണം. അങ്ങനെ ഞങ്ങൾ ഹോട്ടലിൽ നിന്ന് പുറത്തിറങ്ങി. നല്ല ഒരു ഗാർഡൻ പോലൊരു ഏരിയയൊക്കെ ആയിരുന്നു ഹോട്ടലിൻ്റെ ഫ്രണ്ടിൽ ഉണ്ടായിരുന്നത്. ഞങ്ങൾ ടാക്സി പിടിച്ച് നേരെ ആദ്യം പോയത് ചൈന മാർക്കറ്റിലേക്കാണ്. ഞാൻ ഫസ്റ്റ് ടൈമാണ് മസ്കറ്റ് ലേ ഓവർ ചെയ്യുന്നത്. ഇവരിതിന് മുന്നേ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഇവരെന്നെ ഗൈഡ് ചെയ്യാറ്. ഇവർ കൊണ്ടുപോകുന്ന സ്ഥലത്ത് മാത്രം ഞാൻ പൊയ്ക്കൊണ്ടിരുന്നത്. ഈ ചൈന മാർക്കറ്റ് എന്ന് പറയുന്നത് മോള് പോലെയായിരുന്നു കേട്ടോ. ഞാൻ ഓർത്തത് ഒരു മാർക്കറ്റ് സെറ്റപ്പ് ആയിരിക്കും എന്നാണ്, പക്ഷെ അല്ല, ഇതൊരു മോളാണ്. ഇതിൻ്റെ ഫസ്റ്റ് ഫ്ലോറിൽ വരുന്നതാണ് ഇങ്ങനത്തെ ലൈറ്റ്സും കാര്യങ്ങളൊക്കെ. അടിപൊളിയായിരുന്നു കാണാൻ. പിന്നെ എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാത്തതുകൊണ്ട് നല്ല വിശപ്പുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളിത് ഫുഡൊക്കെ ഓർഡർ ചെയ്തു. ഞാൻ സാൻഡ്വിച്ച് ആയിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. കബാബായിരുന്നു അതിൻ്റെ അകത്ത് ഫില്ലിംഗ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നത്, വിത്ത് പെപ്സി. അങ്ങനെ ഞങ്ങളെല്ലാവരും ഓർഡർ ചെയ്തു കേട്ടോ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ പുറത്തേക്ക് പോകാൻ വേണ്ടി നിന്നപ്പോഴാണ് ഈ ഒരു കോസ്മെറ്റിക്സ് ഷോപ്പ് കണ്ടത്. അങ്ങനെ അവിടെ കയറി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി ഞങ്ങൾ നേരെ പുറത്തേക്ക് ഇറങ്ങി. ഇനി ഇവിടുന്ന് ഇതാണ് ചൈന മാർക്കറ്റിൻ്റെ പുറത്തുള്ള വ്യൂ. ഞാൻ പറഞ്ഞില്ലേ, ഒരു മോള് പോലെയാണത്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ടാക്സി പിടിച്ച് നേരെ പോയത്. ഞങ്ങൾക്ക് പിന്നെ പ്ലാൻ ഉണ്ടായിരുന്നത് കുറച്ചും കൂടെ സാധനങ്ങൾ വാങ്ങാനുണ്ടായിരുന്നു. അപ്പം പിന്നെ നമ്മുടെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ സിറ്റി സെൻറ്റർ ആയിരുന്നു. പിന്നെ അത് കുറച്ചും കൂടെ ഇപ്പോൾ ചൈന മാർക്കറ്റ് പോയതുപോലെയല്ല, കുറച്ചും കൂടെ ഹൈ എൻഡ് ബ്രാൻഡ്സ് ഒക്കെയുള്ള മോളായിരുന്നു. അങ്ങനെ സിറ്റി സെൻറ്റർ എത്തിക്കഴിഞ്ഞ് ഞാൻ പ്രതീക്ഷിക്കാതെ തന്നെ ഞാൻ കുറച്ചധികം ഷോപ്പ് ചെയ്തു. ഞാൻ ഉമ്മച്ചിക്ക് ഒരു സ്കെച്ചേഴ്സിൻ്റെ ഒരു ഷൂസ് വാങ്ങി, ഇക്കാൻ ഒരു വാച്ച് വാങ്ങി. പിന്നെ എനിക്ക് അല്ലറ ചില്ലറ കുറച്ച് സാധനങ്ങളൊക്കെ ഇങ്ങനെ വാങ്ങി. അപ്പോൾ ഞാനിങ്ങനെ വന്നപ്പോൾ ബേർക്കിൻ സ്റ്റോക്കിൻ്റെ ചെരുപ്പിൻ്റെ ഇങ്ങനെ ഷോപ്പ് കണ്ട്. എനിക്ക് സത്യമായിട്ടും കയറി വാങ്ങണമെന്നുണ്ടായിരുന്നു, ബട്ട് മേ ബി നെക്സ്റ്റ് ടൈം. ഞാനത് തൽക്കാലം ഹോൾഡ് ചെയ്ത് വെച്ചു. ഇൻഷാ അല്ലാഹ് വാങ്ങാൻ പറ്റട്ടെ. അങ്ങനെ മസ്കറ്റ് ലേ ഓവർ ഞങ്ങൾ അങ്ങനെ സ്പെൻഡ് ചെയ്തു.